സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചിട്ടാണ്. അയാളെ വണ്ടികൾ കൊണ്ടുവന്ന് നിർത്തിയത് ഞാൻ വിചാരിച്ചു ഇതാ കിടക്കണമെങ്കിലും ഞാൻ വീണമെന്നുള്ള റോഡിലേക്ക് വീണ് തന്നെ വിചാരിച്ചിട്ടാണ് ഞാൻ. എന്നിട്ട് എന്താന്ന് ചോദിച്ചാൽ പറയാണ് ഞാൻ വലിയ അത്യാവശ്യം നമ്മളങ്ങനെയാണല്ലോ ഒരാളെ നമ്മൾ എന്തെങ്കിലും കാര്യം പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ അല്ലെങ്കിൽ കാണുമ്പോൾ ഒന്നും കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമോ അല്ലേ. ഒന്ന് അവരെ ദിവസം കണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആൾ പോവുകയാണെങ്കിൽ അവരുടെ കൂടെ നമ്മൾ ഓടും. വണ്ടി എടുത്തൊരു അത്യാവശ്യ കാര്യം ചോദിക്കാണ്ട് അങ്ങനെയാണല്ലോ കാര്യം ചോദിച്ചു. ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഇന്ന് നല്ലൊരു വിശേഷം, നല്ലൊരു തമാശ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ. ഒരു തമാശയെന്നും പറയാം, ഒരു സീരിയസ്നെസ് അതും അങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. ഞാനേ കഴിഞ്ഞ ദിവസം കേട്ടോ ഓഫീസിലേക്ക് പോകുന്നേ. അപ്പോൾ നല്ലൊരു സംഭവം ഉണ്ടായേ. പിന്നെ ശരിക്കും എനിക്ക് ആളെ പേരും കൂടെ ഇതിൽ പറയണമെന്നുണ്ട്, പക്ഷെ ആളെ പേരറിയില്ല. ആളെ കണ്ടിട്ടുള്ള ആൾ തന്നെയാണ്, എവിടെ ഉള്ള ആളെന്നൊക്കെ അറിയാം. പക്ഷെ ആളെ എന്താ പറയുക, ആളുടെ പേര് മാത്രം എനിക്കറിയില്ല. അതല്ലെങ്കിൽ ഞാൻ ആ പേരും കൂടെ ഇതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്നറിയോ, ഞാനേ അകത്താണ് ഇരിക്കുന്നത്. കറണ്ട് പോയി. കറണ്ട് പോയാൽ പിന്നെ എന്താ പറയുക, ലൈറ്റ് ഉണ്ടാവില്ല കേട്ടോ, ഇരുട്ടാണ്. നല്ല പുറത്ത് നല്ല മഴ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് സംഭവം ഞാൻ പറഞ്ഞുതരാം. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഓഫീസിലേക്ക് രാവിലെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞാൻ പോയി കൂറ്റമ്പാറ കഴിഞ്ഞിട്ടുണ്ട്. അതായത് കൂറ്റമ്പാറ കഴിഞ്ഞിട്ട് ആ ഒരു പമ്പുണ്ടല്ലോ, പമ്പിൻ്റെ അവിടെ എത്രേനെ കുറച്ച് മുമ്പായിട്ട് അതായത് ആ പുറകിൽ കടയൊക്കെ ഉണ്ടല്ലോ, ആ കട കഴിഞ്ഞിട്ട് പമ്പിലേക്ക് ഞാൻ എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് പുറകിൽ നിന്ന് ഒരാൾ വല്ലാണ്ട് ഹോൺ അടിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ഞാനെങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുക, അതല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ പോവുകയൊക്കെ ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ കാര്യമായിട്ട് പറയണേ, നമ്മളൊരാൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് വിചാരിക്കും ദൈവമേ, ഒന്നാമത് ഇങ്ങനെ ഹെയർ സ്റ്റൈലൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഹെൽമെറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ കടയുടെ ഫ്രണ്ടിലേക്ക് പോയി നിൽക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ മുടിയൊക്കെ ആകെ ഒരു വൃത്തികേടായിട്ടാവും നിൽക്കുക. അപ്പോൾ ഞാൻ ദൈവം ഏതോ മുടി നമ്മൾ ആ പെട്ടെന്ന് ഹെൽമെറ്റിൻ്റെ എടുത്തിട്ട് ചീകിക്കൊണ്ടൊന്നും നിൽക്കില്ല, റോഡ് സൈഡിൽ ചീകി നിൽക്കുകയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കും ഇന്നെ ആരെങ്കിലും നോക്കുകയാണെങ്കിൽ ഞാൻ വിചാരിക്കും അമ്മേ ഞാൻ ഡ്രസ്സിൻ്റെ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതല്ലെങ്കിൽ മുടി എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കേക്കിൽ എന്തെങ്കിലും അങ്ങനെ വിചാരിക്കുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് വോയിസ് എടുത്തിട്ടാണ് പറയുന്നത് കേട്ടോ. കാരണം നല്ല മഴയാണ് പുറത്ത്. കറണ്ട് പോയിട്ട് ഞാനവിടെ ഡോറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഒരു വെളിച്ചേ ഉള്ളൂ. കറണ്ട് വരുമ്പോൾ ഒരു ലൈറ്റൊന്നുമില്ല. അപ്പോൾ ഞാൻ അവിടെ എത്തി. എന്താ ഞാൻ പറഞ്ഞു വന്നത്, കൂറ്റമ്പാറ കഴിഞ്ഞിട്ട് പമ്പിൻ്റെ അവിടേക്ക് എത്തും മുമ്പ് ഒരാൾ പുറകിൽ നന്നായിട്ട് ഹോൺ അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരാൾ ബാക്കിൽ നിന്ന് ഹോൺ അടിക്കുമ്പോൾ ഞാൻ ഒന്നെങ്കിൽ ശ്രദ്ധിക്കുക എൻ്റെ ഷാള് താഴേക്ക് കിടക്കുന്നുണ്ടോ, അങ്ങനെയാണല്ലോ, പിന്നെ ടയറിൻ്റെ അടുത്തേക്ക് നീ കിടക്കുന്നുണ്ടോ നോക്കിയപ്പോൾ ഞാനൊരു ചെറിയ സ്കാർഫാണ് ഇട്ടിട്ടുള്ളത്. സ്കാർഫ് ഓൾറെഡി ഇത്രയേ ഉള്ളൂ, അങ്ങനെ ലെങ്ത് ഉള്ളതല്ലല്ലോ. അപ്പോൾ അതെല്ലാം മനസ്സിലായി. പിന്നെ ഞാൻ ലെഫ്റ്റിലേക്ക് നോക്കിയിട്ട് നമ്മുടെ സ്റ്റാൻഡ് ഞാൻ തട്ടിയിട്ടില്ല, അതും നോക്കി. അപ്പോഴും പുറകിൽ നിന്ന് ഹോൺ അടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മിററിൽ കൂടി ഇങ്ങനെ കണ്ണാടിയിൽ കൂടെ ഞാൻ നോക്കുമ്പോഴത്തേക്കും ആളെനിക്ക് വല്ലാണ്ട് കാണുന്നില്ല. കാരണം ബുള്ളറ്റിന് നന്നായിട്ട് സൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആ സമയപ്പോഴത്തേക്കും ഇയാളിത് ബുള്ളറ്റ് എൻ്റെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു എൻ്റെ വണ്ടിയിൽ തട്ടി താഴെ വീണു, ഇതാ അടക്കണമെങ്കിൽ ഞാൻ പൊട്ടിപ്പടഞ്ഞ് വീണു തന്നെ വിചാരിച്ചിട്ട്. ഞാൻ പുറകിലാണെങ്കിൽ ഒരു ബസ്സും ഉണ്ട്. എങ്ങനെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കി വണ്ടി നിർത്തി. ഞാൻ അയാളപ്പോഴത്തേക്കും എന്നെ ഓവർടേക്ക് ചെയ്തിട്ടാണോ ഇനി ലെഫ്റ്റ് കൂടെയാണോ വന്നത് എനിക്ക് അത്ര ഓർമ്മയില്ല. അങ്ങേര് വണ്ടി നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു, തിരിഞ്ഞ് അങ്ങനെ നോക്കി. എൻ്റെ പുറകിലാണ്, ഞാൻ ഫ്രണ്ടിലും അങ്ങനെ കുറച്ച് ബാക്കിലായിട്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചു. പിന്നെ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഹെൽമെറ്റിൻ്റെ ഇത് പൊക്കി. അപ്പോഴത്തേക്കും അങ്ങേരുടെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഫ്രണ്ടിലുള്ള അതൊന്ന് പൊക്കി. ജസ്റ്റ് ആളെ കണ്ട പരിചയമുണ്ട്, പക്ഷെ ആളുടെ പേരൊന്നും അറിയില്ല കേട്ടോ. ആളെ പേരറിയില്ല. ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഞാൻ കുറേ ദിവസമായിട്ട് പുറകെ വരികയാണെന്ന് പറഞ്ഞു. ഞാനത് കുറേ ദിവസമായിട്ട് അങ്ങനെ ഒരാളെ പുറകെ വരുന്നത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അല്ലാണ്ട് നമ്മൾ അങ്ങാടിയിൽ വെച്ചിട്ട് അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു. എന്താ ഇത്ര ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടീൻ്റെ പുറകെ വന്നിട്ട് ഇത്ര അത്യാവശ്യം എന്താണെന്ന് അറിയില്ലല്ലോ.
ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം എന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ പറഞ്ഞു നിങ്ങൾ വർക്ക് ചെയ്യണില്ലേ എൽബയിലല്ലേ എന്ന് ചോദിച്ചു. ഞാൻ മനസ്സുകൊണ്ട് ഇത് പറയാൻ വേണ്ടിയിട്ട് അവൻ്റെ പുറകെ ഇത്രയും ഇതിൽ തീവണ്ടി വരുന്നവർ ഓടി വന്നതെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ നല്ലതാന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ എവിടെ വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു. എന്താ കാര്യം എന്തായിരുന്നു? ഞാൻ വർക്ക് ചെയ്യണത് നിങ്ങളുടെ നിലമ്പൂർ സോളാറിൻ്റെ ഓഫീസിലാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. നമ്പറോ എന്ന് ചോദിച്ചു ഞാൻ. ഒരു കാര്യം പറയാനല്ല നിർത്തിയ കാര്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറയണില്ല, നമ്പറാണെങ്കിൽ എനിക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞു സോളാറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കറണ്ട് വന്നു കേട്ടോ. കറണ്ട് വന്നപ്പോൾ നല്ല വിളിച്ചത്. സോളാറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യണത് ഇന്ന സ്ഥലത്താണ്, ഞാൻ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു, അവിടെ ഓഫീസിലേക്ക് വന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ. പിന്നെ അപ്പോൾ അങ്ങനെ ഒന്നും മിണ്ടിയില്ല. അതിൽ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ സാറ് നമ്പർ തന്നോളൂ, ഞാൻ വിളിക്കാം അങ്ങനെ പറഞ്ഞു. അതിൽ പറഞ്ഞു ഓക്കെ ഞാൻ എന്നാലും അവിടെ ഓഫീസിലേക്ക് വരാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പോയി. പക്ഷേ ഞാൻ വണ്ടി മൂവ് ചെയ്ത സമയത്ത് ഞാൻ ഈ മിററിൽ കൂടി തിരിഞ്ഞ് നോക്കിയപ്പോൾ ആളങ്ങനെ ഓഫീസിലേക്ക് വണ്ടിയിട്ട് വന്ന ആളൊന്നുമല്ല. അങ്ങനെ ജസ്റ്റ് എൻ്റെ കൂടെ തന്നെ വരുമല്ലോ, അങ്ങനെ സോളാറും അങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ. പക്ഷെ ഞാൻ അങ്ങനെ സോളാറിലാണ് വർക്ക് ചെയ്യണ പോലും അയാൾ അപ്പോഴാണ് അറിഞ്ഞിട്ടുള്ളത് തോന്നുന്നു. പക്ഷേ അപ്പം അങ്ങനെ ഒരു തിരിച്ച് വണ്ടി റിട്ടേൺ തിരിച്ച് പോകുന്നത് ഞാൻ അതിൽ കണ്ടു. ഈ ഭയങ്കര അത്ഭുതമായിട്ടോ സത്യം പറഞ്ഞാൽ. ശരിക്കും ഇതൊരു കോമഡിയാണോ എന്താ പറയണ്ടേന്ന് അറിയില്ല. കാരണം എന്തിൻ്റെ ബേസിലാണ് അങ്ങേര് വണ്ടി എടുത്തിൻ്റെ കൂടെ വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തോ അറിയില്ല, ഇനി നോക്കട്ടെ, ഇനി അങ്ങനെ ഒരു ഇതുണ്ടാവുമോ നോക്കട്ടെ. അങ്ങനെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ആരെങ്കിലും നോക്കുക അതൊക്കെ സ്വാഭാവികമല്ലേ, അതൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഒരു വണ്ടിയുടെ പുറകെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരിക എന്നൊക്കെ പറയണത് ഭയങ്കര ചീപ്പായിട്ടുള്ള പരിപാടിയാണ്. എന്തായാലും കറണ്ട് പിന്നെയും പോയി ഗൈസ്. അപ്പോൾ ഇത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആളുടെ വണ്ടി നമ്പറോ അതല്ലെങ്കിൽ ഒന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ബുള്ളറ്റ് ആണെന്നറിയാം. ആള് നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഉള്ള ആൾ തന്നെയാണ്. എന്തിൻ്റെ ബേസിലാണ് പുറകെ വന്നതെന്നുള്ളത് മനസ്സിലായിട്ടില്ല. പക്ഷെ നമ്പർ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഉദ്ദേശം എന്താണെന്നുള്ളത് എനിക്ക് കുറേശ്ശെ പിടികിട്ടിയിട്ടുണ്ട്. നമ്പർ ചോദിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തിനാ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളൊരു കാര്യം പറയാനുണ്ടെങ്കിൽ അങ്ങേർക്ക് അവിടെ വെച്ചിട്ട് എന്നോട് പറയായിരുന്നല്ലോ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് പറയായിരുന്നു. പക്ഷെ അങ്ങേരത് പറഞ്ഞില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഒരാളുടെ പുറകെ ഒരാളൊരു കാര്യം ഉണ്ടെങ്കിൽ, അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ അതിന് വന്നാൽ പോരെ അല്ലേ? അങ്ങനെ നമ്പറൊക്കെ ചോദിച്ച് പുറകെ നടക്കേണ്ട ആ ഒരു പ്രായമൊന്നുമല്ല നമുക്ക്. അതിൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞു പോയി. ഇത് ഒരുമാതിരി നമ്മൾ കോളേജ് കുട്ടികളുടെ പിന്നാലെ പോയിട്ട് വണ്ടിയൊക്കെ തടഞ്ഞു നിർത്തി നമ്പർ ചോദിക്കുന്ന ഒരു പരിപാടിയായിപ്പോയി. അപ്പം അങ്ങനെ അപ്പം എന്താ നല്ല രസമുണ്ടായിരുന്നു സംഭവം. ഞാനേതായാലും ഓഫീസിൽ ചെന്നിട്ട് എല്ലാവരോടും ഈ കാര്യം ഒന്ന് പറഞ്ഞു കേട്ടോ. ഓഫീസിൽ ചെന്നിട്ട് എല്ലാവരോടും ഈ കാര്യം പറയുകയുണ്ടായി. എനിക്ക് വേണമെങ്കിൽ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ എൻ്റെ നമ്പർ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു, അതല്ലെങ്കിൽ നമ്പർ തെറ്റിച്ചിട്ടെങ്കിലൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പക്ഷെ അയാൾ എന്ന് എനിക്ക് ദേഷ്യം വന്നത് നമ്മൾ പോയോണ്ടിരിക്കണ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് അത്യാവശ്യ കാര്യമുണ്ടെന്ന് ഒന്ന് നിർത്തൂ എന്നുള്ളത് അയാൾ വണ്ടിയിൽ നിന്ന് വിളിച്ച് പറയുകയാണ്. അപ്പം ഇത്രയും വലിയ എന്തൊരു അത്യാവശ്യ കാര്യമാണെന്ന് വിചാരിച്ചിട്ടാണ് വണ്ടി നിർത്തിയേ, അല്ലെങ്കിൽ നിർത്തൂല ഞാൻ, അങ്ങനെ പോകും. അപ്പോൾ നമ്മുടെ സംസാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വീട്ടിലുള്ള ദിവസമാണല്ലോ. അപ്പോൾ കിച്ചുമോള് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് സ്പെഷ്യൽ ഉണ്ടാക്കട്ടെ കേട്ടോ. നമുക്ക് കുറച്ച് സേമിയ ഇരിക്കുന്നുണ്ട്, ചൗവരില്ല, പായസമല്ല, സേമിയയും കസ്റ്റേർഡും കൂടെ ചേർത്തിട്ട് നമുക്ക് റെസിപ്പി ഉണ്ടാക്കാം അല്ലേ. ഫ്രൂട്ട് ആവശ്യമുണ്ട്, പക്ഷേ ഒരു മാങ്ങ ഇരിക്കുന്നുണ്ട്, നമുക്കത് വെച്ചും ചെയ്ത് നോക്കിയാലോ. എനിക്ക് നമുക്ക് കിച്ചണിലേക്ക് പോവാം അല്ലേ. ഞാൻ ആദ്യമൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെക്കട്ടെ കേട്ടോ. നമുക്ക് നെയ്യ് ആവശ്യമുണ്ട്, സേമിയ വേണം, പിന്നെ ഷുഗർ വേണം, പാല് വേണം, പിന്നെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യമാണ്, ഫ്രൂട്ട് വേണം. ഫ്രൂട്ടൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ബാക്കി സേമിയം, പാല്, കസ്റ്റേർഡ് ഒക്കെ ഞാൻ പുറത്തേക്ക് എടുത്തേക്കാം കേട്ടോ. ഓക്കെ, ഇത് കണ്ട ഗൈസ് കുറച്ച് മുരിങ്ങയാണ് കേട്ടോ. ഇതേ പിന്നെ ഞാനൊന്ന് കുട്ടികളിൽ പോയിട്ടുണ്ടായിരുന്നു. തത്തയ്ക്ക് ഇനിയിപ്പോൾ മൺഡേ ക്ലാസ് തുടങ്ങുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി, തത്തമ്മൾക്ക് പൂക്കോടുംപാട സ്കൂളിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെ ഞാൻ അവിടെ കൊണ്ടുപോയി അഡ്മിഷൻ എടുത്തു. അതുകൊണ്ടായിരുന്നു ഓഫീസിൽ പോകാതിരുന്നത് കേട്ടോ, ലീവ് എടുത്തത്. പുല്ലങ്കോടാണ് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ താൽക്കാലിക അഡ്മിഷൻ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇന്ന് രാവിലെ ആദ്യം അവിടെ പോയി, അത് കഴിഞ്ഞിട്ട് പൂക്കോടുംപാട സ്കൂളിൽ വന്നിട്ട് അഡ്മിഷൻ എടുത്തു.
തിരിച്ച് അവളെ ഞാൻ പൊട്ടിക്കൽ കൊണ്ടാക്കി. അവിടെ മുത്തശ്ശി ഉണ്ട്, മുത്തശ്ശി കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ മുത്തശ്ശി പണിയിലാണ്, മുരിങ്ങ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുരിങ്ങയും തന്നു, ചക്കക്കുരിയൊക്കെ തന്നു. അപ്പോൾ ഞാൻ മുരിങ്ങ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് കുറേ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ തീരുന്നതിന് കുറച്ച് സമയം എടുക്കുമല്ലോ. ഞാൻ എന്ത് ചെയ്തു, നമ്മൾ റെയിൻ കോട്ടില്ലേ വണ്ടിയിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്ന കോട്ട്, അതുകൊണ്ട് 2 ഉപകാരമാണ് എനിക്ക്. വണ്ടിയിൽ പോകുമ്പോൾ ഇടുകയും ചെയ്യാം, മഴ വീണ സമയത്ത് അലക്കുമ്പോൾ എടുത്തിടുകയും ചെയ്യാം. പിന്നെ ഗൈസ്, എനിക്കിത് അവിടേക്ക് നല്ലപോലെ പിമ്പിൾസ് ആണോ ഇതിന് പറയുന്നത് എനിക്കറിയില്ല. പിമ്പിൾസൊക്കെ എത്ര വലുതാവോ? അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുന്നതാ. എൻ്റെ ഇവിടെയൊക്കെ ഉണ്ട്, നല്ല വേദനയുണ്ട്. കണ്ടോ, ക്യാമറയ്ക്ക് ഫ്രണ്ടിലായിട്ട് കാണിച്ചു തരാം. നല്ല വേദനയാണ്, ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വരുന്നറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ബില്ലോ, ഓക്കെ. അപ്പോൾ ഇതാ ഇത് ഞാനവിടെ വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അലക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1.5 മണിക്കൂർ അലക്കാണ്ടായിരുന്നു. തത്തേൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു അലക്കാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിച്ചു, പിന്നെ വീഡിയോ ആയിട്ട് നിന്നു. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഞാൻ പേപ്പറിൽ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇപ്പൊ തുമ്മാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരിക നമ്മുടെ ബിഗ് ബോസിൽ ജാസ്മിൻ്റെ തുമ്പലാണ് കേട്ടോ ഓർമ്മ വരുന്നത്. എന്തായാലും ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്, അങ്ങനെ കുറേ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ജാസ്മിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ആ ഒരു കുട്ടിയെ കൊണ്ട് ഒരുപാട് റീച്ച് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ അവളുടെ ഒരു എന്താ പറയുക, അതാണ് ഇപ്പോൾ തുമ്മുമ്പോൾ ഓർമ്മ വരിക. മഴ നനഞ്ഞോന്നൊരു ഡൗട്ട് ഉണ്ട് ചെറുതായിട്ട്. ഇത് സേമിയോ കുറച്ചുള്ളൂ കേട്ടോ, കണ്ടോ ഗൈസ്, ഇത്രയേ ഉള്ളൂ, മതി. ഇത് പഞ്ചസാര, നെയ്യ്, കസ്റ്റേർഡ്. ഇത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ ഞാൻ. നമുക്ക് പാത്രങ്ങൾ കുറവുണ്ട്. ഓക്കെ, നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ. ആദ്യം നമ്മളൊരു പാന് വെക്കണം. പാനിലേക്ക് സേമിയ നമുക്ക് നെയ്യിലൊന്ന് ഇതാക്കിയെടുക്കാം അല്ലേ. ഓക്കെ, ഞാൻ അങ്ങോട്ട് തിരിച്ചു കേട്ടോ. ഇത്ര പാടുകൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൂടെ ഇരിക്കട്ടെ. ഇത് കണ്ടോ, എന്നോട് കുറേ പേര് പറയുന്നുണ്ടായിട്ടുണ്ട് നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ ഇതിൽ വുഡിൻ്റെ തവിയല്ലാതെ വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ മറക്കുകയാണ് കേട്ടോ, ഞാനിതൊരു വാങ്ങിച്ചിട്ടില്ല. ഞാനൊന്ന് ഓപ്പൺ ചെയ്യട്ടെ ഗൈസ്. എൻ്റെ ഗ്യാസ് കത്തിക്കുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും താഴെ അങ്ങനെ ഓഫ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, നന്നായിട്ട് ഗ്യാസിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഏത് ഭാഗത്താണ് ലീക്ക് എന്നുള്ളത് അറിയാൻ പറ്റണില്ല. ഇന്നലെ മക്കൾ പറഞ്ഞു അമ്മ ലീക്ക് ഉണ്ടെങ്കിൽ, അവർ യൂട്യൂബിലെങ്ങനെ നോക്കിയപ്പോൾ കണ്ടാൽ തോന്നുന്നു സോപ്പിൻ്റെ പത നമ്മുടെ ഈ ജസ്റ്റ് ഈ സൈഡിൽ കൂടെ
ഓക്കെ, എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു ഗായ്സ്. അപ്പം ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിന്നു. ഇതാ നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചെയ്യാനുള്ളത് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. പഞ്ചസാര ആയിട്ടില്ല. പിന്നെ പഞ്ചസാര. ഓക്കെ, കറണ്ട് വന്നു കേട്ടോ. കറണ്ട് ഇന്ന് എന്താണെന്ന് അറിയില്ല, ഇവിടെ വന്നും പോയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇത് മതി തോന്നുന്നു. പിന്നെ ഏലക്കായ പൊടിച്ചിട്ടില്ല കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കുള്ള പണി എന്താണെന്ന് പറഞ്ഞുതരാം. ശരിക്കും ഇതിൽ ഏലക്കായ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കസ്റ്റേർഡിന് തന്നെ നമ്മുടെ ഒരു ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാകും. പക്ഷെ ഞാൻ ജസ്റ്റ് ചെയ്തു എന്ന് മാത്രം. കസ്റ്റേർഡ് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് പാൽ കുറച്ച് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കട്ടയൊക്കെ ഇങ്ങോട്ട് ഉടങ്ങണ വരെ മിക്സ് എന്നിട്ട് അരിച്ചിട്ട് കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ പാൽ മൊത്തം ഇങ്ങോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ജസ്റ്റ് കുറച്ച് പാലെടുത്തിട്ടൊന്ന് ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ആ മൊത്തം പാൽ ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിക്കായി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ. അത് ഓൾറെഡി എല്ലാവരും ചെയ്യണത് തന്നെ ആയിരിക്കും. പിന്നെ ഇതിൽ ഞാൻ നല്ല ഫ്രൂട്ടോ നട്ട്സോ ഒന്നും കാര്യമായിട്ടില്ല. ജസ്റ്റ് അവൾ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം വിചാരിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. എൻ്റെ ഈ ഒരു ഗ്യാസിൻ്റെ ഇവിടുത്തെ ഇത് പോയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഇത് പോയിട്ടുണ്ട്. ആഡ് ചെയ്ത് കൊടുക്കണേ. ഓക്കെ, നമ്മൾ നന്നായിട്ടത് ഇനിയിപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നന്നായത്, അതായത് കസ്റ്റേർഡ് നമ്മൾ പാലിലാക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ പിന്നെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ തിക്നെസ് ആയിട്ട് വരും. പിന്നെ ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഒന്ന് തണുത്തിട്ട് പിന്നെ നമുക്കതിന് ശേഷം ഇറക്കി വയ്ക്കുമ്പോൾ കഴിക്കുന്ന സമയത്ത് ഫ്രൂട്ട്സോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പിന്നെ വെറുതെ കുറച്ച് 2 ഏലക്കായും പഞ്ചസാര കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു, അതും കൂടെ പൊടിച്ചിട്ട് ജസ്റ്റ് അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതാ വന്നപ്പോഴുള്ള ലോക്കേൻ്റെ പ്രകടനമാണ് കേട്ടത്. എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേ നേരം കാണാതിരുന്നിട്ട് കാണുമ്പോഴേ അങ്ങോട്ട് കൊണ്ടോണോ. മാങ്ങ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലിടാൻ. കിച്ചണോട് വരുമ്പോഴത്തേക്ക് റെഡിയാക്കണം എന്നാണ് വിചാരിച്ച, പക്ഷേ കഴിഞ്ഞില്ല. ഇനി ഞാനിതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. കിച്ചണിലുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേ. അങ്ങനെ കിച്ചൺ മോൾക്കുള്ളത് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടു. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് മാങ്ങയൊക്കെ കട്ട് ചെയ്തിട്ടു. മാങ്ങ ഇടാം, പിന്നെ അതുപോലെ ആപ്പിൾ ഇടും. ആപ്പിൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ മാതളം റെഡ് കളറുള്ള അതൊക്കെ ഇടും കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ കയ്യിൽ വേറെ ഒന്നുമില്ല, ഫ്രൂട്ടായിട്ട് ഈ മാങ്ങ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫ്രിഡ്ജിൽ. അപ്പോൾ അതാണ് ഞാൻ അതെടുത്തിട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.